അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം കാരണം ഏതൊരു ക്രിസ്ത്യാനികളെ കാണുമ്പോഴും കുരിശുള്ളവനെ അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്നവനെ കാണുമ്പോഴും അവർ കരുതുന്നത് ഇവർ മതം മാറ്റാൻ നടക്കുകയാണെന്നാണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൊരു റൈറ്റാണ്. അവരവരുടെ വിശ്വാസങ്ങൾ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ ഇവരെ പറയുമ്പോൾ ഇവർക്ക് നോവുന്നുണ്ട്. പക്ഷേ ഇവർ മറ്റൊരുത്തൻ്റെ ദൈവവിശ്വാസത്തിന് വെറും പുല്ലുവിലയാണ് കൽപ്പിക്കുന്നത്. ഇപ്പോൾ കടിക്കുന്ന പട്ടിയെ പുറകിന് നടന്ന് കല്ലെറിഞ്ഞിട്ട് പട്ടി കടിച്ചു കഴിയുമ്പോൾ അയ്യോ പട്ടി കടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ റീസെൻ്റായിട്ട് ചാനൽ ചർച്ചകളിലെ വാർത്തകളിലെ സോഷ്യൽ മീഡിയകളിലെല്ലാം നിറഞ്ഞു കണ്ട ഒരു കാര്യമാണ് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെ ഭീകരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. മതപരിവർത്തനം നടത്തുന്നു എന്ന പ്രധാനമായിട്ടൊരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ ആക്രമണം നടക്കുന്നത്. എല്ലാവർക്കും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ് എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ ആക്രമിക്കുന്നു? കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ളൊരു റൈറ്റാണ്. അവരവരുടെ വിശ്വാസങ്ങൾ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഞാൻ ഒരു വീഡിയോയിലൂടെ ഗോ ത്രൂ ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉത്തരാഞ്ചലിലെ ഹൈന്ദവരുടെ പുണ്യഭൂമിയായി അറിയപ്പെടുന്ന ഋഷികേശിൽ നിന്നാണ് നിങ്ങളോട് ഇത് സംസാരിക്കുന്നത്. ഋഷികേശിന്റെ മണ്ണിലേക്ക് കർത്താവിന്റെ തിരിച്ചോൽ ഒഴുകപ്പെടുവാൻ ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പൂജകളാലും എതിർ പ്രാർത്ഥനകളാലും നിറയപ്പെട്ടിരിക്കുകയാണ്. പുള്ളി പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഈ അന്തരീക്ഷ മണ്ഡലം മുഴുവൻ എതിർ പ്രാർത്ഥനകളാലും എതിർ വിശ്വാസത്താലും നിറഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ അത്ഭുതനാമത്തിന്റെ ശക്തിയാൽ ഈ അന്തരീക്ഷ മണ്ഡലം ശുദ്ധീകരിക്കപ്പെടുവാൻ ഈ ദേശത്തിന്റെ ഇവാഞ്ചലൈസേഷനെ തടയുന്ന മഹാസർപ്പം കർത്താവിന്റെ വാളിനാൽ കുത്തിപ്പിളർക്കപ്പെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഋഷികേശിന്റെ മണ്ണ് കർത്താവിന്റെ അഗ്നിയാൽ ശുദ്ധീകരിക്കപ്പെടണം. കർത്താവിനായി ഈ ദേശം പിടിക്കപ്പെടുവാൻ വരും നാളുകളിൽ ഇവിടെ വിശ്വാസം വളർന്ന് ജനം കൂട്ടം കൂട്ടമായി മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ ഏകരക്ഷകൻ കർത്താവായി സ്വീകരിക്കുവാൻ എന്റെ പ്രിയപ്പെട്ടവരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ ഒരുപാട് ഭാരവും നൊമ്പരവും ഉണ്ടായി. ആ വേദനയിൽ നിന്നാണ് നിങ്ങളുടെ ഈ മെസ്സേജ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഭാരതം യേശുവിന്റേതാണ്, ഋഷികേശ് യേശുവിന്റേതാണ്. ഋഷികേശ് യേശുവിന്റെയാണ്. ശ്രദ്ധിച്ചോണം. തൊട്ട് പുറകിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗംഗാ നദിയാണ്. ദുരാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങൾ ഇറ്റില്ലമായ ഋഷികേശിന്റെ മണ്ണിൽ നമ്മുടെ കർത്താവിന്റെ നിർമ്മലമായ സുവിശേഷം കാട്ടുതീ പോലെ പടരുവാൻ നമുക്ക് കരങ്ങൾ പോകണം. ധീരതയോടെ കർത്താവിനെ സാക്ഷ്യം വഹിച്ച് ഭാരതത്തെ യേശുവിനായി നേടുവാനുള്ള ഉറച്ച തീരുമാനം നമുക്കുണ്ടാകും. എന്ത് വില കൊടുത്തും പിശാചിനെ ഭാരതത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിനായി നേടുവാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് ഒരുമിച്ച് മുട്ടുമടക്കാം. ഭാരതത്തിന് ഇവാഞ്ചലൈസേഷന് വേണ്ടി ഉത്തരാഞ്ചിൽ കർത്താവിന്റെ രക്ഷ ഒഴുകപ്പെടുക, ഋഷികേശിൽ കർത്താവിന്റെ സാന്നിധ്യം അഗ്നിയായി കത്തുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ഇതിനധികം എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് അടി കിട്ടുന്നു എന്നതിന് ഇതൊരു ഉത്തമ ഉദാഹരണമാണ്. പുള്ളി തന്നെ അതിൽ പറയുന്നുണ്ട്, എൻ്റെ പിന്നിൽ കാണുന്നത് ഗംഗാ നദിയാണ്. അന്ധവിശ്വാസങ്ങളുടെയും ദുരാചാരങ്ങളുടെയും ഈറ്റില്ല. ഒരു നാണവും മാനവും ഇല്ലാതെ അന്യൻ്റെ ഒരു വിശ്വാസത്തിന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് ഒരു കൂട്ടം ആൾക്കാർ അവരെ ഏറ്റവും പുണ്യമെന്ന് അവരുടെ വിശ്വാസമനുസരിച്ച് വിശ്വസിക്കുന്ന കാര്യങ്ങൾക്ക് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലത്തിനെ അവരത്രയും വിശുദ്ധം എന്ന് കരുതുന്ന ഒരു സ്ഥലത്ത് എന്ന് നിന്നിട്ടാണ് ഇമ്മാതിരി വർത്തമാനം പറയുന്നത്. നിങ്ങൾ എൻ്റെ ഒരു വീഡിയോയുടെ ഏതൊരു കമൻറ്റ് സെക്ഷൻ എടുത്ത് നോക്കിയാലും കാണാൻ പറ്റും. ഈ ഒരു വിശ്വാസികൾ വന്നിട്ട് ചീത്ത വിളിക്കുന്നു, അസഭ്യം പറയുന്നു. എന്തുകൊണ്ട് ഇവരിങ്ങനെ ബിഹേവ് ചെയ്യുന്നു? അവരുടെ ഒരു വിശ്വാസത്തിനെതിരായിട്ട് ഒരാൾ സംസാരിക്കുമ്പോഴത്തേന് അവരെ സ്വാഭാവികമായിട്ടും നോവും. ആ സമയത്ത് ഇവർക്ക് ഇവിടെ അടിക്കാനും പിടിക്കാനും പറ്റാത്തത് കൊണ്ട്, സോഷ്യൽ മീഡിയയിലായതുകൊണ്ട് അവിടെ ചീത്ത വിളിച്ചോ ഈ ഒരു രീതിയിൽ അവരതിനെ നേരിടുന്നു. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല നോർത്ത് ഇന്ത്യയിലെ ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എത്രത്തോളം എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്ട്രക്ചർ എങ്ങനെയാണ്, മതം എന്നൊരു സാധനം അതിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്രയും മതതീവ്രത നിലനിൽക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ചെന്നിട്ട് ഇതിപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇവർ വീടാന്തരം ചെന്ന് അല്ലെങ്കിൽ ഓരോ ആളുകളെയായിട്ട് ചെന്ന് കണ്ട് കൺവീൻസ് ചെയ്ത് വീട്ടിൽ ചെന്ന് ഇമാതിരി സുവിശേഷം പറയുക, നിങ്ങളുടെ ദൈവം പിശാചാണ്, തെറ്റാണ്, പാപമാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ദൈവമാണ് കിടിലം എന്നൊക്കെ പറയുമ്പോഴത്തേന് അവർ എങ്ങനെ ഇതിനെ ഏറ്റെടുക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവരുടനെ ഓക്കെ ശരി എന്നാൽ പിന്നെ നാളെ അങ്ങ് മാറിയേക്കാമെന്നാണോ? അവരുടെ വിശ്വാസത്തിനെ ഹട്ട് ചെയ്യുമ്പോൾ അവർക്ക് ശരിയായ രീതിയിൽ, അല്ലെങ്കിൽ അവർ ഒരാളെ അറ്റാക്ക് ചെയ്യുക എന്നതൊക്കെ പറഞ്ഞാൽ അവർക്കത് നോർമലൈസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ അടുക്കൽ ചെന്നിട്ട് ഇമാതിരി കാര്യം പറയുമ്പോഴത്തേന് അവർ ഉറപ്പായിട്ട് ഒഫൻഡഡ് ആകും, നിങ്ങളെ ഉപദ്രവിക്കും. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയോ യുക്തിയോ ഇല്ലാതെ അവിടെ ചെന്നിട്ട് ഇമാതിരി വർഗീയത പറയുമ്പോൾ, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ വിശ്വാസത്തിന് ഇങ്ങനെ അടിച്ചാക്ഷേപിച്ച് പേഴ്സണലി ചെന്ന ഒരാളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരിങ്ങനെ പെരുമാറും.
ഇപ്പോൾ കടിക്കുന്ന പട്ടിയെ പുറകിന് നടന്ന് കല്ലെറിഞ്ഞിട്ട് പട്ടി കടിച്ചു കഴിയുമ്പോൾ അയ്യോ പട്ടി കടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വിവരമുള്ളവനാണെങ്കിൽ പട്ടിയെ കല്ലെറിയാൻ നിൽക്കരുത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ചെയ്യുന്നൊരു കാര്യം കാരണം ബാക്കിയുള്ള ഏതൊരു ക്രിസ്ത്യാനികളെ കാണുമ്പോഴും കുരിശുള്ളവനെ അല്ലെങ്കിൽ യേശു എന്ന് വിളിക്കുന്നവനെ കാണുമ്പോഴും അവർ കരുതുന്നത് ഇവർ മതം മാറ്റാൻ നടക്കുകയാണെന്നാണ്. ചിലപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരും ഇത് ചെയ്യുന്നില്ലായിരിക്കും. പക്ഷേ ഇങ്ങനെയുള്ള ചിലർ കാരണം എല്ലാവർക്കൂടാണ് തല്ല് കിട്ടുന്നത്. അപ്പോൾ ഇവരെ പറയുമ്പോൾ ഇവർക്ക് നോവുന്നുണ്ട്. പക്ഷേ ഇവർ മറ്റൊരുത്തൻ്റെ ദൈവവിശ്വാസത്തിന് വെറും പുല്ല് വിലയാണ് കൽപ്പിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാവർക്കും അവരുടെ വിശ്വാസം വിശ്വസിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും അവകാശം കൊടുക്കുന്നത് പോലെ മറ്റൊരാളുടെ വിശ്വാസത്തിനെ ഹർട്ട് ചെയ്യാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവർ ബേസിക്കലി എപ്പോഴും ചെയ്യുന്നൊരു കാര്യമാണിത്. മറ്റ് അന്യമത വിശ്വാസികളുടെ മുകളിലേക്ക് ചെന്നിട്ട് അവരുടെ വിശ്വാസം എല്ലാം തെറ്റ്, മോശം, സാത്താൻ, പിശാചാണ് അവരുടെ ദൈവം എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അടി കിട്ടി കഴിയുമ്പോഴത്തേന് നേരെ ഇവിടെ വന്നിട്ട് വിക്ടിം കാർഡ് കളിക്കാൻ തുടങ്ങും. അയ്യോ ഞങ്ങളെ അടിക്കുന്നേ, അയ്യോ ജനാധിപത്യം തകരുന്നേ എന്നൊക്കെ പറഞ്ഞ്. ഒന്നെങ്കിൽ നിങ്ങളുടെ വിശ്വാസം കെട്ടിപ്പിടിച്ച് വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിങ്ങൾക്ക് ഇത്ര വിശ്വാസം ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ. എന്തിനാണ് നിങ്ങൾ ഈ ഇറങ്ങി നടന്ന ആൾക്കാരെ പിടിക്കാൻ നടക്കുന്നത്? ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കേൾക്കത്തില്ലെന്നുള്ളതുകൊണ്ടാണോ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എഴുതി അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.